രാജ്യത്തെ നടുക്കിയ പെഹൽഗാം ഭീകരാക്രമണം നടന്ന് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ്. 26 വിനോദസഞ്ചാരികളാണ് ബൈസരൺ താഴ്വരയിൽ ഉറ്റവരുടെ മുന്നിൽ വെച്ച് പാക് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത്. പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നീതി നടപ്പാക്കി. ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. കാണാം 24 എക്സ്പ്ലെയിനർ നിഖിൽ പ്രമേഷ് ചേരും. 2025 ഏപ്രിൽ 22 മഞ്ഞുമലകളുടെ പശ്ചാത്തലത്തിൽ പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ബൈസരൺ താഴ്വര. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ. അവർക്കിടയിലേക്ക് പെട്ടെന്നാണ് കയ്യിൽ തോക്കുകളേന്തിയ കൊടും ഭീകരരെത്തിയത്. പുരുഷന്മാരെ മാറ്റി നിർത്തി മതം ചോദിച്ചറിഞ്ഞ ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്തു. പ്രിയപ്പെട്ടവരുടെ കൺമുന്നിൽ മരിച്ചു വീണത് മലയാളിയായ രാമചന്ദ്രൻ അടക്കമുള്ള 26 സാധു മനുഷ്യർ. ആണുങ്ങളെ മാത്രമേ അവർ അറ്റാക്ക് ചെയ്തുള്ളൂ, സ്ത്രീകളെ ഒന്നും അറ്റാക്ക് ചെയ്തില്ല. നിങ്ങൾ ആ ട്രോമയിൽ ജീവിക്കൂ എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. എല്ലാ ഇന്ത്യൻ സ്ത്രീകളും കണ്ണീരൊഴുക്കി ട്രോമയിൽ ജീവിക്കില്ല. ഞങ്ങൾക്ക് മറുപടിയുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാൻ ഇന്ത്യയുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദി സംഘടനകൾ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യക്ക് ലഭിച്ചു. ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടന TRF ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഭീകരർക്കു വേണ്ടി കാടും നാടും സുരക്ഷാ സേനയുടെ തിരച്ചിൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട യോഗങ്ങൾ. ഒടുവിൽ 15-ാം നാൾ ആ 26 പേർക്കുള്ള നീതി ഇന്ത്യൻ സൈന്യം നടപ്പാക്കി. ഓപ്പറേഷൻ സിന്ദൂർ. പാക് മണ്ണിലെ എണ്ണം പറഞ്ഞ 9 ഭീകര താവളങ്ങൾ ഇന്ത്യ തകർത്തു. 100-ലേറെ ഭീകരരെ വധിച്ചു. पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है. इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे. ഭീകരർക്കായി പകരം ചോദിക്കാനിറങ്ങിയ പാക് പട്ടാളം അതിർത്തിയിലെ പാവങ്ങളുടെ വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തി. പിന്നീടുള്ള മണിക്കൂറുകൾ പാക് സൈന്യം ഇന്ത്യയുടെ പ്രതിരോധവും ആക്രമണവും കണ്ട് ഭയന്നു വിറച്ചു. ലാഹോറിന്റെയും റാവൽപിണ്ടിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശത്ത് ഇന്ത്യയുടെ ആയുധങ്ങൾ തീമഴയായി. ആണവ ഭീഷണി അടക്കമുള്ള പത്തികൾ മടക്കിയ പാക് പട്ടാളം ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ വെടിനിർത്തലിനായി അപേക്ഷിച്ചു. ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आप सभी ने कोटि कोटि भारतीयों का सीना चौड़ा कर दिया. हर भारतीय का माथा गर्व से ऊंचा कर दिया. आपने इतिहास रच दिया. ഇതൊരു ഇടവേള മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുകയാണ് രാജ്യം.